ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് അയർലൻഡിൽ നടന്ന ഒരു വൻ തട്ടിപ്പിൻ്റെ കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ്. തട്ടിപ്പ് നടത്തിയത് ഒരു നേഴ്സാണ്, തട്ടിപ്പിന് ഇരയായതും നേഴ്സുമാരാണ്. ഇതിനെ സംബന്ധിച്ചൊരു വീഡിയോ ഞാൻ 1 മാസം മുന്നേ ഇട്ടിരുന്നു. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. 3-4 ദിവസം മുൻപേ ആ വീഡിയോയ്ക്ക് ഒരു കമൻറ്റ് വന്നു. ആ കമൻറ്റ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനുശേഷമാണ് എനിക്ക് മനസ്സിലായത് ഈ തട്ടിപ്പ് നടത്തിയ ആളുടെ പേര് സൂരജ് എന്നാണെന്ന്. ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി ഈ സംഭവത്തെക്കുറിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആകെ പ്രചരിച്ചിരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പിൻ്റെ കുറച്ച് പോർഷൻസ് ഞാനിവിടെ കേൾപ്പിക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് ന്യൂസ് ക്ലിപ്പിംഗ്സിൻ്റെ പോർഷൻസും കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടും. ഒരു ഏജൻസിക്കാരൻ സൂരജ് എന്ന് പേരുള്ള ഒരു നേഴ്സ്, അയർലൻഡിൽ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സ്, അവന് 400 പേരെയാണ് ഇന്ത്യയിൽ 5 ലക്ഷം രൂപ 4 ലക്ഷം രൂപയാണ് മേടിച്ചേക്കുന്നത്. അവന് വീട്ടിൽ ഇരുന്നുകൊണ്ട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ, വീട്ടിൽ ഇരുന്ന് HCയുടെ പേരിൽ വർക്ക് പെർമിറ്റ് അടിച്ചു കൊടുത്തു. നേഴ്സിംഗ് അസിസ്റ്റൻ്റായിട്ട് 400 നേഴ്സുമാരെയാണ് ഇന്ത്യയിൽ, കേരളത്തിലുള്ള മലയാളികളെ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ഇവിടുന്ന് ഒരു സായിപ്പിനെ കൂട്ടിയിട്ട്, അവൻ്റെ ഏതെങ്കിലും കൂടെ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും സായിപ്പായിരിക്കും, അവനെ കൊണ്ടുപോയിട്ട് ഇൻ്റർവ്യൂ നടത്തി അവൻ്റെ വീട്ടിൽ ഇരുന്നുകൊണ്ട് വർക്ക് പെർമിറ്റ് അടിച്ച് HCയുടെ പേരിൽ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് വർക്ക് പെർമിറ്റ് അടിച്ചു കൊടുത്ത് ഈ 400 പേരെയും പറ്റിച്ചു. 400 പേരെ പറ്റിക്കുക മാത്രമല്ല, ഈ 400 പേർക്ക് വേണ്ടി അവരെ നാട്ടിലൊരു ഏജൻസി വഴി അവൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യിച്ചു. എന്നിട്ട് അവരെ വിളിച്ചു പറഞ്ഞു, അഥവാ എംബസിയിൽ നിന്ന് കോൾ വന്നാൽ പറയണം, ഞാൻ ഇതിനകത്ത് ഏജൻസി ഇല്ല, നിങ്ങൾ ഇൻഡിവിജ്വലിയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് പറയണം എന്ന് പറയിപ്പിച്ച് അവരത് സബ്മിറ്റ് ചെയ്തു. അവർ 5 വർഷത്തേക്ക് അവർക്ക് ബാനാണ്. 5 വർഷത്തേക്ക് എംബസി ബാൻ ചെയ്തു. എന്നിട്ട് അവർക്ക് വാർണിംഗ് കൊടുത്തു. അവരെ എംബസി ഫോൺ വിളിച്ച് ചോദിച്ചു, നീ ഇതിനകത്ത് ഏജൻസി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴും ഇവർ പറഞ്ഞു, എല്ലാ പിള്ളേരും പറഞ്ഞു, ഇല്ല, ഞങ്ങൾ ഇൻഡിവിജ്വലായി സബ്മിറ്റ് ചെയ്തെന്ന്. അവരെ 5 പേരെയും ബാൻ ചെയ്തു. അവർക്ക് ഇനി അയർലൻഡിൽ കിടക്കാൻ പറ്റില്ല. നേഴ്സുമാരാണ് പറ്റിച്ചെന്ന് ഓർക്കണം. നമ്മളിവിടെ ഇതിനു മുമ്പ് ഇവർ ബാൻ ചെയ്തതിന് മുമ്പ് ഇവിടെയുള്ള ഒരു അയർലൻഡിലും വല്ല ഒരു മലയാളിയുടെ ഒരു ബന്ധുക്കാരുള്ളതുകൊണ്ട് അയാൾ എന്നെ വിളിച്ച് ഇങ്ങനെ ചോദിച്ചപ്പോൾ ആ വർക്ക് പെർമിറ്റ് എന്നെ കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ഫേക്കാണ്, ഇങ്ങനെ ഒരു വർക്ക് പെർമിറ്റ് അടിച്ചു കൊടുക്കില്ല HC ഹെൽത്ത് കെയർ അസിസ്റ്റന്മാരെ കൊണ്ടുവരുന്നില്ല, നിങ്ങൾ ചെയ്യരുത്. അപ്പോൾ അയാൾ വിളിച്ചു പറഞ്ഞു. എന്നിട്ടും വിശ്വസിക്കുകയില്ല. ഈ മലയാളികളൊന്നും വിശ്വസിപ്പിക്കാൻ വലിയ പാടാണ്. അവർ വിചാരിക്കുന്ന എന്തോ അസൂയ കൊണ്ട് നമ്മൾ പറയുന്നതാണെന്നാണ് പലരുടെയും ധാരണ. പക്ഷേ ഇവിടെ പല മാന്യന്മാരുമുണ്ട് റിക്രൂട്ട്മെന്റ് നടത്തിക്കൊണ്ട് പൈസ മേടിക്കുന്നത്. പിള്ളേർ ഇവിടെ വന്നാൽ പറയാൻ മടിയാണ്. അയർലൻഡ് നിയമപ്രകാരം നിങ്ങൾക്ക് എംപ്ലോയറുടെ അടുത്ത് നിന്ന് ചാർജ് ചെയ്യാം. ആ ചാർജ് അല്ലാതെ എംപ്ലോയിയുടെ അടുത്തു നിന്ന് 1 രൂപ പോലും മേടിക്കാനുള്ള ലീഗലി അവർക്ക് അതോറിറ്റി ഇല്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്, ഏജൻസിയുടെ തട്ടിപ്പിലൊന്നും ചെന്ന് വീഴരുത്. ഫ്രീ റിക്രൂട്ട്മെന്റ് ഉള്ള ഏജൻസീസ് ഉണ്ട്. അങ്ങനെയുള്ള ഏജൻസീസിന് ട്രൈ ചെയ്യുക. അത്രയും അന്വേഷിച്ചറിഞ്ഞിട്ട് മാത്രമേ ഒരു ഏജൻസി ചൂസ് ചെയ്യാവുള്ളൂ. ഇങ്ങനെയൊക്കെ ഞാൻ എല്ലാ വീഡിയോസിലും മെൻഷൻ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ ആർക്കും ഒരു ഏജൻസിയും സജസ്റ്റ് ചെയ്യാത്തതിന് കാരണം ഇങ്ങനെ ഒത്തിരി തട്ടിപ്പ് നടക്കുന്നത് കൊണ്ടാണ്. സോ ഇനിയെങ്കിലും നിങ്ങൾ ഏജൻസീസ് ചൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഏജൻസിയെക്കുറിച്ച് നന്നായിട്ട് അന്വേഷിച്ചറിഞ്ഞിട്ട് മാത്രമേ ചൂസ് ചെയ്യാവുള്ളൂ. അല്ലാതെ ഒരു പരസ്യം കണ്ടു അതിൻ്റെ പേരിൽ നേരെ ചെന്നിട്ട് കാശ് കൊടുക്കരുത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ HC റിക്രൂട്ട്മെന്റ് ഫ്രീസ് ആണ്. അത് എന്നത്തേക്ക് എൻഡ് ആകുമെന്ന് ഇതുവരെയായിട്ട് ഒരു ഐഡിയ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിലൊക്കെ ഒത്തിരി തട്ടിപ്പുകൾ നടക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള തട്ടിപ്പിലൊന്നും വീഴരുത്. അതുപോലെ തന്നെ നേഴ്സസ് ഒക്കെ HC ആയിട്ട് വരാനിരിക്കുന്നവര് ഏറ്റവും നല്ലത് നേഴ്സായിട്ട് തന്നെ വരുന്നതാണ്. നിങ്ങൾക്ക് നാട്ടിൽ വെച്ച് തന്നെ OET IELTS ട്രൈ ചെയ്ത് നിങ്ങൾ മാക്സിമം നേഴ്സായിട്ട് വരാൻ തന്നെ നോക്കുക. കാരണം HC ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ജനറൽ വർക്ക് പെർമിറ്റ് ആണ്. ഇപ്പോൾ 2 വർഷമായിട്ട് പോലും വിരലിൽ എണ്ണാവുന്നവർക്ക് മാത്രമാണ് ഫാമിലി റീയൂണിഫിക്കേഷൻ പോസിബിൾ ആയിട്ടുള്ളത്. അല്ലാത്തവർക്കൊന്നും ഇതുവരെ പോസിബിൾ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ HC ആയിട്ട് വരുന്നതിനേക്കാളും നല്ലത് നേഴ്സായിട്ട് വരുന്നതാണ്. എനിക്കറിയാം IELTS OET ഒക്കെ കിട്ടാൻ കുറച്ച് പാടാണ്. പക്ഷെ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക. ഇവിടെ HC ആയിട്ട് വന്ന് വർക്ക് ചെയ്യുന്നവരും ഇവിടെ നിന്ന് ഓൺലൈനായിട്ട് OET ഒക്കെ ട്രൈ ചെയ്ത് എക്സാം എഴുതി നേഴ്സായിട്ട് കയറാനാണ് ഇവിടെ നേരത്തെ HC ആയിട്ട് വന്നിട്ടുള്ളവരൊക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയർലൻഡിൽ ഹൗസ് റെൻ്റൊക്കെ ഇപ്പോൾ കൂടി വരികയാണ്. സോ നിങ്ങൾക്ക് HCയുടെ സാലറിയിൽ നിന്ന് തന്നെ ഒരു വീട് റെൻറ്റിനെടുത്ത് നിങ്ങൾക്ക് പേ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ പലരും ഇവിടെ ഷെയർഡൊക്കെ ആയിട്ടാണ് താമസിക്കുന്നത്. ഒരു വീട്ടിൽ 5-6 പേരൊക്കെ താമസിക്കുന്നവരുണ്ട്. സോ അതാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി. സോ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങൾ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കാനായിട്ട്.
അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.